സുബൈറ ആ എന്താ ഉമ്മ? ഉപ്പാൻ്റെ ഈ ലിസ്റ്റിലുള്ള മരുന്ന് വാങ്ങണേ. ആ പൈസ കൊടുത്തു. പൈസ എൻ്റെ കയ്യിലില്ലേ? എന്റെ പൈസ ഉണ്ട്. അത് ഉപ്പാക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടി വെച്ചതല്ല, എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളത്. അത് നീ ഒന്ന് പതുക്കെ പറയടാ, ഇപ്പൊ കേക്കണ്ട. കേക്കട്ടെ, അതിനെന്താ ഉമ്മ? ഉപ്പ കഷ്ടപ്പെടുന്നത് ഉപ്പാന്റെ മക്കൾക്ക് വേണ്ടി, അതുപോലെ തന്നെ ഞാനും. നീ വാങ്ങണ്ട, ആ ലിസ്റ്റിങ് തന്നെ ഞാൻ ആരോടെങ്കിലും എഴുതിട്ടെങ്കിലും വാങ്ങിച്ചോളൂ. സുബൈറ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിനക്കും വയസ്സാവും. നാളെ നിന്റെ മക്കൾ നിന്നോട് ഇത് പറയുമ്പോഴാണ് എനിക്ക് അതിന്റെ വേദന മനസ്സിലാവാം. ഞാൻ എന്റെ മക്കൾ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാണ്ട് എന്നെ ഉമ്മ വളർത്തുന്നത്. അതുകൊണ്ട് എനിക്കൊരു പേടിയുമില്ല. ഉമ്മന്ന് പോയേ. ആ എന്തോപ്പാ? രാവിലെ മുതൽ ഈ ഭാഗത്ത് ഭയങ്കര വേദന. ഒന്ന് ഡോക്ടറെ എടുത്ത് പോകും. ഞാൻ കാറിന്റെ ചാവി നോക്കും. കാർ എന്തിനാ? ഓടച്ച് പിടിച്ചിട്ട് പോയാൽ മതി. കാറൊന്നും ഓൻ തരൂല. ഓൻ്റെ ഓളം എല്ലാം പഠിപ്പിച്ച് വിട്ടിരിക്കും. നിങ്ങൾ ഒരു ഓർഡർസ് പിടിച്ച് പോയാൽ മതി. എനിക്ക് തോന്നി ഇത് ലാസ്റ്റ് എന്റെ വയറിന്റെ തലയിൽ നെവുകയെന്ന്. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല ഉമ്മ. നിന്റെ പേടിപ്പിക്കലൊന്നും എൻ്റെ അടുത്ത് വേണ്ട സുബൈറ. അതെല്ലാം എൻ്റെ ഓളെടുത്ത് വെച്ചാൽ മതി. ഓക്ക് കാര്യം പറയുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ഉമ്മ. ഇതുവരെ ഉമ്മാക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലല്ലോ. നിങ്ങളിത് പറയുന്ന കേട്ടാ, 10 മാസം ചുമന്ന് പ്രസവിച്ച എനിക്കല്ലാതെ പിന്നെ ആർക്കാണ് എന്നെ മനസ്സിലാവുക? എന്റെ ഉമ്മ, നിങ്ങളെ പോലുള്ളവർക്ക് ആകെ പറയാനുള്ള ഒരു കാര്യം ഇതല്ലേ? 10 മാസം ചുവന്ന് പ്രസവിച്ച കണക്ക്. എന്നാ പിന്നെ ആ സമയത്ത് നെക്കിക്കൊന്നൂടേനോ? എന്താണ് പറഞ്ഞത് നീ? അള്ളാന്റെ മോനെ, പെറ്റുമ്മാനോട് പറയണ്ട വാക്കാടാത്. നിങ്ങൾ പോയത് തലപ്പിലാന്ന് പിടിച്ചു വെക്കുന്ന സമയത്ത് നിനക്കെന്നെ അടിക്കണടാ. അടിക്കണ നീക്ക് അടിക്കണ. ഓന്റെ അടി കിട്ടിട്ട് നിങ്ങൾ ചിരിക്കുന്നത്? അല്ല, ഞാൻ ഒരു കാര്യം ആലോചിച്ച് ചിരിച്ചു പോയതാ. പണ്ട് എന്റെ ഉപ്പാനൊന്ന് തല്ലാൻ വേണ്ടി ഞാൻ ഒന്ന് കൈ ഓങ്ങിട്ടേ ഉള്ളൂ. ഇന്നെന്റെ മോനൻ തല്ലി. നാളെ അവന്റെ മക്കൾ അവനെ ചെയ്യാൻ പോകുന്നത് ആലോചിച്ചിട്ടൊന്ന് ചിരിച്ചു പോയതാ. ഇത് വെറും ഒരു വീഡിയോക്ക് വേണ്ടി ചെയ്തതല്ല, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. അവനവൻ ചെയ്ത പാപത്തിന്റെ ഫലം അവനവൻ അനുഭവിച്ചേ പറ്റൂ.